മറ്റൊരു ബിഗ് ബോസ് സീസണുകളിലും ഇല്ലാത്തൊരു പുതുമ ഈ സീസണിലുണ്ട്. അത് കോമണർ എൻട്രി മാത്രമായിരുന്നില്ല. മറ്റൊരു കാര്യം ഇവിടുത്തെ പ്രഡിക്ഷൻ ലിസ്റ്റുകളാണ്. എല്ലാ സീസണിലും അല്ലെങ്കിൽ ഒരു സീസണിൽ ഒഴിച്ച് ഒരു സീസണിൽ അമല ഷാജി ഇതേ കണക്ക് ബിഗ് ബോസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞൊരു ഓവർ ഹൈപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അമല ഷാജിയുടെ കേസിൽ. പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നുന്നു രേണു സുധിയാണ് ബിഗ് ബോസിലേക്ക് വരുമോ വരില്ലേ, വന്നാൽ ഞങ്ങൾ കാണില്ല, അങ്ങനെ കുറേയധികം കോൺവെർസേഷൻസ് വന്ന ഒരു സീസൺ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 7 ആണ്. അപ്പോൾ ബിഗ് ബോസിലേക്കുള്ള ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും ഫസ്റ്റ് ഉണ്ടായിരുന്ന രേണു സുധിക്ക് എന്ത് പറ്റി, അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡിനെ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഓൾറെഡി ഞാൻ രേണു സുധി ഔട്ടാണ് അല്ലെങ്കിൽ രേണു സുധി ബിഗ് ബോസിൽ ഇല്ല എന്ന തരത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോഴേക്കും ഒരുപാട് പ്രേക്ഷകർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഈ പ്രീവിയസ്ലി ഞാൻ ചെയ്ത വീഡിയോ ഒരു 2 ആഴ്ച ആയിട്ടുണ്ടാകും. 2 ആഴ്ചയ്ക്ക് മുന്നേ ഞാൻ ചെയ്ത രേണു സുധിയെ കുറിച്ചുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, രേണു സുധി ബിഗ് ബോസിൽ വരട്ടെ, നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും എന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിരുന്നു. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും കാണാൻ പറ്റും ഒരു പബ്ലിക് ഒപ്പീനിയൻ, രേണു സുധി ബിഗ് ബോസിൽ വരണോ വേണ്ടയോ എന്നുള്ള ഒരു പബ്ലിക് ഒപ്പീനിയൻ. അതിനകത്തും എല്ലാവരും പറയുന്നു, അതായത് ജെൻസി കുട്ടികളുടെ അടുത്തായിരുന്നു കൂടുതലും ചോദിച്ചത്. അവർ പറയുന്നു രേണു സുധി വരട്ടെ, അവരെ കുറിച്ചുള്ള കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടല്ലേ, ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് തന്നെയാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ അവർ വരട്ടെ, അത് നമുക്ക് അവരുടെ പേഴ്സണലി അവരെന്ത് വിഷയമാണെങ്കിലും ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയെ സംബന്ധിച്ചിടത്തോളം അവർ വരുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ, വരുമോ വരത്തില്ലയോ എന്ന് ചിന്തിച്ചാൽ മതിയല്ലോ എന്ന അർത്ഥത്തിൽ ഒരുപാട് സപ്പോർട്ടും അതുപോലെ തന്നെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഒരു 2 ആഴ്ചക്കകത്ത് രേണു സുധി എന്ന് പറയുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കുറേ അധികം ഇൻ്റർവ്യൂസും പ്രശ്നങ്ങളും, ഈവൻ ഏതൊരു പാപ്പരാസി ക്യാമറ മുമ്പിൽ വന്നാലും രേണു സുധി തന്നെ എന്തെങ്കിലും സംസാരിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു കോണ്ടന്റ് കൊടുക്കും. ഒരാൾ വെറുതെ ക്യാമറ ഓൺ ആക്കിയാലും ഇപ്പം ലാസ്റ്റ്ലി ഞാൻ ആക്ച്വലി ഈ പറയുന്ന ഒരു ചാനലിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെയും ഒരു സ്ക്രോള് കംപ്ലീറ്റ് വരുന്നത് രേണു സുധിയാണ്. അപ്പോൾ ഞാൻ ഇന്നും കൂടി ഞാൻ കണ്ടൊരു കാര്യം, കുറച്ച് മുടിയൊക്കെ എടുത്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, ഞാൻ മുടി കുറച്ച് വളർത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചോ എന്ന് പോലും തോന്നി. ഇപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചോദിക്കാൻ വരുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതിലർത്ഥമില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരു സമൂഹം, ഒരു പാപ്പരാസി സമൂഹം ഉണ്ട്. ഇപ്പം നമ്മുടെ സാബു മോനൊക്കെ റിയാക്ട് ചെയ്തു, രഞ്ജിനി ഹരിദാസ് റിയാക്ട് ചെയ്തു, സുരേഷ് ഗോപിയുടെ മകൻ റിയാക്ട് ചെയ്തു. ആ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ, അവരുടെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ അവരാരെ കിട്ടിയാലും അവരെന്തായാലും അത് വീഡിയോ എടുക്കും, അവരതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുകയും ചെയ്യും. പക്ഷേ അതിനു വേണ്ടി നിന്ന് കൊടുക്കുന്ന അത് നടിയായിക്കോട്ടെ നടനായിക്കോട്ടെ ആരായാലും ശരി, അത് അവരുടെ ഒരു വാല്യൂ ആണ് അവിടെ കാണിക്കുന്നത്. ഇനി അവിടെ അങ്ങനെ നിന്ന് കൊടുക്കാത്ത എത്രയധികം നല്ല, ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന നടി ശോഭനയുണ്ട്. അതായത് ആ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഗോസിപ്പിലും വന്ന് പെടാത്ത, എന്നാൽ ഒരു സമയത്ത് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ആ നടിയെ. സോ നമുക്ക് ആ വിഷയത്തിലോട്ട് പോകണ്ട. എഗെയിൻ ഞാൻ രേണു സുധിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവരെക്കുറിച്ച് പോസിറ്റീവും നെഗറ്റീവും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ലേറ്റസ്റ്റ് ഈ ഒരു 2 ആഴ്ചക്കകത്ത് നടന്നിട്ടുള്ള ഒരു വിഷയം വെച്ച് നോക്കുവാണെങ്കിൽ രേണു സുധി എന്തായാലും ബിഗ് ബോസിലേക്ക് എടുക്കില്ല. ആ സന്തോഷ വാർത്തയ്ക്ക് കാരണം എല്ലാവരും ഇപ്പോൾ പറയും ഓക്കെ കേസൊക്കെ ഉണ്ട്, ശരിയാണ്. രേണു സുധിക്കെതിരെ ഒരുപാട് കേസുകളൊക്കെ അവിടെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈവൻ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് വരെ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഒരു സോഷ്യൽ മീഡിയ ന്യൂയിസൻസ് ആയിട്ടുണ്ട് എന്ന നിലയിൽ, അതായത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇവരെയാണ് കാണുന്നത്, നമുക്കൊരു തലവേദനയാണ് എന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് കേസ് കൊടുക്കുന്നവർക്ക് കേസ് കൊടുക്കാൻ പറ്റും. അതാണ് സിറ്റുവേഷൻ. പിന്നെ അതുപോലെ ഫിറോസ് എന്ന് പറയുന്നൊരു വ്യക്തി കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ എസ് പിള്ള എന്ന് പറഞ്ഞിട്ട് കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ കേസ് കൊടുത്തതായിട്ടും ഒക്കെ വൈറലായിട്ട് കുറേയധികം വാർത്തകൾ വരാറുണ്ട്. പക്ഷേ ഈ കേസൊക്കെ കൊടുക്കുന്ന സമയത്ത് ബിഗ് ബോസിലേക്ക് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ എൻട്രി എന്ന് പറയുന്നത് അവിടെ ബ്ലോക്ക് ആകും. ഇനി ഇതുമല്ലാത്തൊരു രണ്ടാമത്തൊരു കാര്യമുണ്ട്. ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട്, അതായത് ഫസ്റ്റ് സീസൺ ആണെങ്കിൽ കൂടിയും, ഫസ്റ്റ് സീസൺ എന്ന് പറയുമ്പം അതിന് മുമ്പ് റെഫറൻസ് എടുക്കാൻ നമുക്ക് സീസൺ ഇല്ലായിരുന്നു. എന്നാൽ ഇതുവരെ 6th സീസൺ വരെയുള്ള അതിൽ മത്സരിച്ച മത്സരാർത്ഥികളുടെ ഒരു ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ നമ്മളെല്ലാവരും അതിൽ വന്നതിന് ശേഷമാണ് ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരുന്നോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ആര്യ ബഡായി,
ആര്യ ബെഡായി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നമ്മൾ വളരെയധികം ചില്ലായിട്ടും കൂളായിട്ടും കണ്ടിരുന്നു. പക്ഷേ അവർ ബിഗ് ബോസിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തിരിച്ചു വന്നതിന് ശേഷം അവർ പോലും ഞെട്ടിപ്പോയിട്ടുണ്ട്, സമൂഹം എങ്ങനെയാണ് ആര്യ ബെഡായിയെ കണ്ടത് എന്ന് ഓർത്തിട്ട്. പിന്നെ അതുപോലെ നമ്മൾ അവിടെ കണ്ട, അതായത് നമ്മൾ ഈ സൊസൈറ്റിയിൽ കണ്ട പല ആക്ട്രസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, അവർ ബിഗ് ബോസിൽ മറ്റൊരു തരത്തിലായിരുന്നു. നമ്മൾ എക്സ്പെക്റ്റ് കണക്ക് ആയിരുന്നില്ല. അതേപോലെ രേണു സുധിയും ബിഗ് ബോസ്, അതല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിനി രേണു സുധി എന്ന് പറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച് അറിയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഓൾവേസ് അവർ പറഞ്ഞത് തന്നെ, അവരുടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അവരുടെ പ്രണയ വിവാഹത്തെക്കുറിച്ചായിക്കോട്ടെ, അവരുടെ ജോലിയെക്കുറിച്ചായിക്കോട്ടെ, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സുധിലയം എന്ന് പറയുന്ന വീടായിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യമായിക്കോട്ടെ, ഇനി ഈ രേണു സുധിയുടെ എല്ലാ കാര്യങ്ങളും, ഈവൻ രേണു സുധി വരെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ ഈ ചെയ്യുന്നതെല്ലാം എല്ലാവരുടെ മുന്നിലും ബോധിപ്പിക്കണോ എന്ന്. ബോധിപ്പിച്ച് തുടങ്ങിയത് രേണു സുധി ആയിരുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ബിഗ് ബോസിലേക്ക്, ഈ ഒരു ക്യാരക്ടർ ഇനി ബിഗ് ബോസിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ഇനി പറയാനുള്ളത്, ആ ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വന്നിട്ടുള്ള പ്രഡിക്ഷൻസിൽ നിന്നും രേണു സുധി കട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പ്രിഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ രേണു സുധിയെ, അല്ലെങ്കിൽ ഇത്രയധികം സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ ബിഗ് ബോസിലേക്ക് എടുക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ഒരു വ്യക്തി കൺഫേം ആയിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, ഷാരിക എന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർവ്യൂവർ ഉണ്ട്, ഒരു ഷോ ഹോസ്റ്റ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വ്യക്തി വന്ന സ്ഥിതിക്ക് ഈ പറഞ്ഞ ഷാരിക രേണു സുധിയുമായിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വൈൽഡ് കാർഡ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ആ വൈൽഡ് കാർഡ്, അല്ലെങ്കിൽ ബിഗ് ബോസിന് ഒരു പകുതിയോളം കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ വൈൽഡ് കാർഡ് വരുന്നത്. അങ്ങനെ വരണമെങ്കിൽ പോലും ഇന്ന് തൊട്ട് ഇനി ഈ പറഞ്ഞ ദിവസം വരെ രേണു സുധി എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. സോ ഞാൻ രേണു സുധി പ്രശ്നക്കാരിയാണെന്നോ അല്ലെങ്കിൽ പ്രശ്നമേ ഉണ്ടാക്കൂ എന്നോ അല്ല ഉദ്ദേശിക്കുന്നത്. എഗെയിൻ ഓൾവേസ് ഉണ്ടാകുന്ന ഈ ഒരു കോണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങൾ, അത് അവരുടെ പിന്നാലെ ഫോണും കൊണ്ട് പോകുന്നവർ മാത്രമല്ലല്ലോ അതിന് കാരണം. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. ഏതായാലും കേസുകളും പ്രശ്നങ്ങളും ഉള്ള സ്ഥിതിക്ക് അത്തരത്തിലുള്ള ഒരാളെ ബിഗ് ബോസിൽ എടുക്കില്ല എന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഈ ഒരു കാര്യം പറയാനായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? രേണു സുധി ബിഗ് ബോസിലേക്ക് വന്നാൽ നിങ്ങൾക്ക് എന്താ അറിയാൻ ആഗ്രഹിക്കുന്നത്? അതല്ല ഇനി ബിഗ് ബോസിലേക്ക് വരണ്ട എന്നാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയെ പരിചയപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും TV സീരിയൽ വിശേഷങ്ങൾക്കും ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂസിനും സോഷ്യൽ മീഡിയ വൈറൽ കോണ്ടന്റുമായിട്ട് സീരിയൽ ഗ്രാൻഡ്മ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ.